മലപ്പുറത്തെ കൂരാട് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 3 കൂരാട് ചെല്ലക്കുടി സ്വദേശിയായ താഹിറയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, 3 പേരിലേക്ക് മരണസംഖ്യ എത്തുന്നു. ഈ അപകടം കൃത്യമായി എപ്പോഴായിരുന്നു സംഭവിച്ചത്? ദിവീഷ്മണി, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നാടിനെ നടുക്കിയ ഒരു വലിയ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവം നടന്നത്, അപകടം നടന്നത്. ഇന്നലെ രാത്രിയിൽ മൈസൂരുവിൽ നിന്ന് വരുന്നതിനിടയ്ക്കാണ് മലപ്പുറം കൂരാട് വരമ്പൻകല്ലിനടുത്ത് വെച്ച് കാറ് അപകടത്തിൽപ്പെടുന്നത്. ആ കാറ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ആ ബസ് സ്റ്റോപ്പിന്റെ മുൻവശത്തൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിക്കുകയായിരുന്നു കാറ്. അങ്ങനെയാണ് അപകടം ഉണ്ടാവുന്നത്. അപകടത്തിൽ ഈ വാഹനത്തിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശിയായിട്ടുള്ള മൈമൂന, അവർ ഇന്നലെ അപകട സമയത്ത് തന്നെ, അപകടം നടന്ന ഉടൻ തന്നെ മരണപ്പെടുകയും ചെയ്തിരുന്നു. അതിൽ 7 പേർ, മൈമൂന അടക്കം 7 പേരുണ്ടായിരുന്നു. അവരുടെ കുട്ടികളടക്കം 7 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 6 പേർ ചികിത്സയിലുമായിരുന്നു. ഇന്ന് രാവിലെ മൈമൂനയുടെ ഭർത്താവായിട്ടുള്ള കുഞ്ഞി മുഹമ്മദ് ഇന്ന് രാവിലെയും ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. അല്പസമയം കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഇവരുടെ മകളായിട്ടുള്ള 40 വയസ്സുള്ള താഹിറയും മരണപ്പെടുന്നത്. ഒരു കുടുംബത്തിലെ 3 പേരാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് കാര്യം. ഉമ്മയും ഉപ്പയും മകളും, ഒരു കുടുംബത്തിലെ 3 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് കാര്യം. ഇനി 4 പേർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. ഇവരുടെ പേരക്കുട്ടിയെ മൈസൂരുവിലെ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ഇവരുടെ പേരക്കുട്ടി. അവരെ മൈസൂരുവിലെ നഴ്സിംഗ് കോളേജിൽ വിട്ടതിന് ശേഷം രാത്രിയിൽ തിരിച്ചു വരുന്നതിനിടയ്ക്കാണ് ഈ അപകടം ഉണ്ടാവുന്നത്. വീടെത്താൻ വേണ്ടിയിട്ട് ഒരു 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 1.5 കിലോമീറ്റർ ദൂരത്തിന് മുൻപായിട്ട് വാഹനം നിയന്ത്രണം വിടുകയും പോസ്റ്റിലിടിക്കുകയുമായിരുന്നു. തൽക്ഷണം തന്നെ ആദ്യം മൈമൂന മരണപ്പെട്ടു. പിന്നാലെയാണ് ചികിത്സയിലിരിക്കെ മറ്റു 2 പേരും ഇന്ന് മരണപ്പെടുന്നത്. ഒരു നാടിനെ ഒന്നാകെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്, മരണമാണ്. ദിവീഷ്മണി, കഷ്ടമായി. എന്തായാലും ഒരു കുടുംബത്തിലെ 3 പേർ, അതും വീട്ടിലേക്ക് എത്താൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നിട്ട് വീട്ടിലേക്ക് എത്താൻ 1.5 കിലോമീറ്റർ മാത്രം അവശേഷിക്കുക. ഇങ്ങനെ ഒരു ദാരുണമായ അപകടം സംഭവിക്കുന്നു. 3 പേരാണ് മരിച്ചത്. മറ്റുള്ളവർ പരിക്കുകളുടെ ചികിത്സയിലാണ്. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.